welcome to Pepp. So today I'm here with the Neet syllabus. So എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നീറ്റിൻ്റെ സിലബസ് ആയിട്ട്. അപ്പോൾ NTA നീറ്റിൻ്റെ സിലബസ് പുറത്ത് വിട്ട് സോ പഠിക്കാൻ തുടങ്ങിയവർക്കും പഠിക്കാൻ തുടങ്ങാത്തവർക്കും രണ്ടുപേർക്കും രണ്ടുതരം ബെനിഫിറ്റ്സ് ഉണ്ട്. ബിക്കോസ് എന്താണ് സിലബസിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്, കുറേ ചാപ്റ്റേഴ്സ് കട്ട് ചെയ്ത് പോയി, കുറേ പോർഷൻസ് കട്ട് ചെയ്ത് പോയി. സോ പഠിച്ച് തുടങ്ങിയവർക്ക് ഇറ്റ് ഈസ് എ ബെനിഫിറ്റ്, ലൈക്ക് ഒരു ആദ്യം മുതൽ പഠിച്ചു തുടങ്ങി ദേ ഹാവ് മോർ ടൈം ടു ഫോക്കസ് ഓൺ അതർ തിങ്സ്. പക്ഷേ എന്താണ് പഠിക്കാൻ തുടങ്ങാത്തവർക്ക് അവർക്ക് എന്തായി പുതിയ സിലബസ് അനുസരിച്ചിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. സോ ഈ സെഷനിൽ നമ്മൾ ബയോളജീൻ്റെ സിലബസ് ആണ് പറഞ്ഞത്. ബയോളജിയിൽ തന്നെ ബോട്ടണിയിൽ അറൗണ്ട് 5 ചാപ്റ്റേഴ്സ് കട്ട് ചെയ്ത് പോയി, ആൻഡ് സുവോളജിയിൽ ഒരു ചാപ്റ്ററും കട്ട് ചെയ്ത് പോയി. സോ നിങ്ങൾക്ക് അത്രയും പോർഷൻ നിങ്ങൾ സിലബസ് നിന്ന് ഡിലീറ്റ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാം, മറ്റുള്ള ചാപ്റ്ററുകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബയോളജിയിലെ ബോട്ടണി നോക്കാം. ബോട്ടണിയിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ആൻഡ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. എന്താണ് ആ ചാപ്റ്ററിലുള്ള പോലത്തെ എല്ലാ സിലബസും അതിൽ നിന്നൊരു പോർഷനും കട്ട് ചെയ്ത് പോയിട്ടില്ല. സോ അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇപ്പോഴത്തെ സിലബസിലുണ്ട്. പിന്നെ സാലിയൻ ഫീച്ചേഴ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പം ഏതൊക്കെയാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? മൊണേറ, പ്രൊട്ടസ്റ്റ, ഫഞ്ചൈ, എന്നിട്ട് അതിന് ലൈക്കൻസ്, വൈറസസ് ആൻഡ് വൈറോയിഡ്സ്. ഈ ഗ്രൂപ്പ്സ് ആണ് മേജർ ഗ്രൂപ്പ്സ്. ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ പഠിക്കണം. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ആണ് പ്ലാൻ കിങ്ഡം. പ്ലാൻ കിങ്ഡത്തിൽ നമുക്ക് സെയിം സാധനങ്ങളാണ് പഠിക്കാനുള്ളത്. മേജർ 5 ഗ്രൂപ്പ്, ആ 5 മേജർ ഗ്രൂപ്പ്സ് ആണ് പ്ലാൻ കിങ്ഡത്തിൽ നമ്മളോട് പറയുന്നത്. ആ 5 ഗ്രൂപ്പ്സ് എന്താക്കണം, നമുക്ക് നീറ്റിനും പഠിക്കണം. അത് ഏതൊക്കെയാണ് ആ 5 ഗ്രൂപ്പ്സ്? ആൽഗെ, ട്രെഡിയോഫൈറ്റ്സ്, ബ്രയോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പെർംസ്. ഓക്കെ, ഇതാണ് പ്ലാൻ കിങ്ഡത്തിൽ വരുന്ന ടോപ്പിക്സ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ഇസ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഒരു ടോപ്പിക്ക് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്, ദാറ്റ് ഈസ് ആൻജിയോസ്പെർംസ്. ആൻജിയോസ്പെർംസ് ഇസ് ഡിലീറ്റഡ്. ആൻജിയോസ്പെർംസ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. പക്ഷേ പഠിച്ചവർക്ക് ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ് ഹിയർ, ബിക്കോസ് ആൻജിയോസ്പെർംസിൻ്റെ ഒരേ ഒരു സ്ട്രക്ചർ മാത്രമാണ് മോർഫോളജിയിൽ പറയുന്നത്. ആൻഡ് അതായത് വലിയതായിട്ടൊന്നും അതിൽ പറയുന്നില്ല. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലാണ് ആൻജിയോസ്പെർംസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ആൻഡ് ആ ചാപ്റ്ററിൽ അത് ഡിലീറ്റ് ആയിട്ടില്ല. അപ്പോൾ എന്തായാലും അത് പഠിക്കേണ്ട ടോപ്പിക് തന്നെയാണ്. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. മോർഫോളജിയിൽ വന്ന വേറൊരു വലിയ മാറ്റമാണ്, നമുക്ക് ഫാമിലി പഠിക്കാനുണ്ടായിരുന്നു. ഏതൊക്കെ ഫാമിലിയാണ് പഠിക്കാനുണ്ടായിരുന്നത്? ഫാബേസിയെ പഠിക്കാനുണ്ടായിരുന്നു, സൊളനേസിയെ പഠിക്കാനുണ്ടായിരുന്നു, ലിലിയേസിയെ പഠിക്കാനുണ്ടായിരുന്നു. അതിൽ സൊളനേസിയ ആൻഡ് ലിലിയേസിയെ പോയിട്ട് വേറെ 4 പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് മാൽവേസിയെ, ക്രൂസിഫെറെ, കോമ്പോസിറ്റെ ആൻഡ് ഗ്രാമിനെ. സോ മോർഫോളജിയിൽ എന്താണ് ആഡ് ചെയ്തിട്ടാണുള്ളത്. അപ്പം പഠിച്ചവർക്ക് എന്താക്കണം, കുറച്ചും കൂടി ആഡ് ചെയ്തത് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് മാൽവേസിയെ, ക്രൂസിഫെറെ, കോമ്പോസിറ്റി ആൻഡ് ഗ്രാമിനെ. ഓക്കെ, വേറൊക്കെ സെയിം തന്നെയാണ്. റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്. ഇൻഫ്ലോറസൻസിൽ 2 എണ്ണം, ദാറ്റ് ഈസ് സൈമോസ് ആൻഡ് റെസിമോസ്. ഓക്കെ, പിന്നെ ഫ്ലവർ, ഫ്രൂട്ട്, സീഡ്, പിന്നെ ഫാമിലിയിൽ 2 എണ്ണം പോയിട്ട് 4 എണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. 4ാമത്തെ ചാപ്റ്റർ ആണ് എന്താ, അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതിൽ 2 എണ്ണം തന്നെ പഠിക്കാനുള്ളൂ. അനാറ്റമിയിൽ അധികം ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു ടോപ്പിക്ക് കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ള ടോപ്പിക്കാണ് ടിഷ്യൂ, റൂട്ട്, സ്റ്റെംസ് ആൻഡ് ലീവ്സ്. ടിഷ്യൂ ആൻഡ് റൂട്ട്സ് ആൻഡ് സ്റ്റെംസ് ആൻഡ് ലീവ്സ്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദ 5th ചാപ്റ്റർ. 5th ചാപ്റ്റർ ആണ് സെൽ, ദ യൂണിറ്റ് ഓഫ് ലൈഫ്. സെൽ എന്ന് പറഞ്ഞത് നീറ്റുകാർക്കാണെങ്കിൽ ഇറ്റ്സ് എ ബേസിക് ചാപ്റ്റർ. നിങ്ങളൊരു MBBSന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഫസ്റ്റ് ബേസിക് ആയിട്ട് അറിയേണ്ടത് ഹ്യൂമൻ ബോഡി, അതിൻ്റെ സെൽസ്. ഓക്കെ, സോ സെല്ലിൽ നിന്ന് ഒന്നും കട്ട് ചെയ്തിട്ടില്ല ആൻഡ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ആ ചാപ്റ്റർ അതേപോലെ തന്നെ പഠിക്കണം. ഓക്കെ, അതിൽ ഫസ്റ്റ് നമുക്ക് സെൽ തിയറി പഠിക്കാനുണ്ട്. പിന്നെ സ്ട്രക്ചർ ഓഫ് 2 സ്ട്രക്ചേഴ്സാണ് പഠിക്കേണ്ടത്, പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്ടിക് സെൽ. പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെയും യൂകാരിയോട്ടിക് സെല്ലിൻ്റെയും സ്ട്രക്ചർ പഠിക്കാനുണ്ട്. പിന്നെ പ്ലാന്റ് സെൽ എന്താണ്, ആനിമൽ സെൽ എന്താണ് പഠിക്കാനുണ്ട്. സെൽ ഓൺവലപ്പ്, സെൽ മെംബ്രെയിൻ, സെൽ വാൾ, സെൽ ഓർഗനൽസ്. അതിൻ്റെ മൊത്തം ആ സെല്ലിൻ്റെ ഓരോ യൂണിറ്റുകൾ. പിന്നെ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഗോൾഗി ബോഡീസ്, ലൈസോസോംസ്, വാക്യൂൾസ്. 2 വാക്യൂൾസ് പഠിക്കണം. ദാറ്റ് ഈസ് പ്ലാന്റ് സെല്ലിൻ്റെ വാക്യൂളും ആനിമൽ സെല്ലിൻ്റെയും.
പ്ലാന്റ് സെല്ലിൻ്റെ വാക്യൂൾ ഈസ് എ ലാർജസ്റ്റ് വാക്യൂൾ അല്ലേ? അപ്പം അതൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ മൈറ്റോകോൺട്രിയ, സൈറ്റോസ്കെലറ്റൻ, ഫ്ലാജെല്ല ആൻഡ് സെൻട്രിയോൾസ്. ഓക്കെ, that is 5th chapter, cell, the unit of life. Now coming to the 6th chapter, that is cell cycle and cell divisions. വളരെ കുഞ്ഞൊരു ചാപ്റ്റർ ആണ്, അധികമൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? മിയോസിസും മൈറ്റോസിസും. അത് തന്നെയാണ് ഇത് പഠിക്കാനുള്ളത്. മിയോസിസ് എന്താണ്, മൈറ്റോസിസ് എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സും അതാണ് ഇതിൽ പഠിക്കാനുള്ളത്. മിയോസിസ്, മൈറ്റോസിസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ബോത്ത് മിയോസിസ് ആൻഡ് മൈറ്റോസിസ്. ആകെ ആ 3 ടോപ്പിക്കാണ് ആ ചാപ്റ്ററിൽ തന്നെ. ചെറിയൊരു ചാപ്റ്ററാണ്, അധികമൊന്നും പഠിക്കാനില്ല. Now coming to the 7th chapter, photosynthesis in higher plants. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ 7th ചാപ്റ്ററിന് മുന്നൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, മിനറൽ ന്യൂട്രീഷൻ, ആ ചാപ്റ്റർ എവിടെ പോയി? യെസ്, ആ ചാപ്റ്റർ എന്തായി? കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിൽ ആകെക്കാട് ഉള്ള വോട്ട് ഐ ഫെൽറ്റ് ഈ സിലബസ് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ ആകെ ഒരു സമാധാനം, മിനറൽ ന്യൂട്രീഷൻ കട്ട് ചെയ്ത് പോയല്ലോ. ബിക്കോസ് മിനറൽ ന്യൂട്രീഷൻ എന്താണ്, നമുക്ക് കുറേ പാത്വേസ് ഒക്കെ പഠിക്കാനുണ്ട്. ഒരു ആകെ കൂടെ ഇടങ്ങേറ് പിടിച്ച ചാപ്റ്റർ ആയിരുന്നു അല്ലേ? അപ്പം ആ ചാപ്റ്റർ എന്തായി? മൊത്തത്തിൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററുകൾ നോക്കുക ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഇനി 7th ചാപ്റ്റർ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. അതിൽ ഫോട്ടോസിന്തസിസിൻ്റെ സൈറ്റ് പഠിക്കണം. ഏത് സൈറ്റിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, അത് ഫസ്റ്റ് ടോപ്പിക്കാണ് ആ ചാപ്റ്ററിൽ. അത് പഠിക്കണം. പിന്നെ പിഗ്മെൻറ്റ്സ് ഇൻവോൾവ് ഇൻ ഫോട്ടോസിന്തസിസ്. വാട്ട് ഓൾ ആർ ദ പിഗ്മെൻറ്റ്സ് ആർ ഇൻവോൾവ് ഇൻ ഫോട്ടോസിന്തസിസ്. പിന്നെ ഫോട്ടോ കെമിക്കൽ ആൻഡ് ബയോസിന്തറ്റിക് ഫേസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഫോട്ടോ കെമിക്കൽ ഫേസ് എന്താണ്, ബയോസിന്തറ്റിക് ഫേസ് എന്താണ്. ഓക്കെ, പിന്നെ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറൈലേഷൻ. നമുക്കൊരു സൈക്ലിക് ഒരു ചാർട്ട് പോലെയൊക്കെ പഠിക്കാനുണ്ടല്ലേ, അത് വെരി നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. പിന്നെ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്, ഫോട്ടോ റെസ്പിറേഷൻ, C3 പാത്വേ, C4 പാത്വേ. അതിൻ്റെ C3 പാത്വേസ് എങ്ങനെയാണ്, അതിൻ്റെ സൈക്കിളൊക്കെ പഠിക്കണം. പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, പിന്നെ കമ്മിങ് ടു ദ 8th ചാപ്റ്റർ, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്താണ്? വളരെ ബേസിക് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമ്മൾ ഗ്ലൈക്കോലിസിസ് ഒക്കെ ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്നത് ഈ ചാപ്റ്ററിലാണ്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. അപ്പം ഈ ചാപ്റ്ററിൽ ഒന്നും കട്ട് ചെയ്ത് പോയിട്ടില്ല, സിലബസിലുള്ളത് തന്നെയാണ്. എന്താണ്? ഗ്ലൈക്കോലിസിസ്, ഫെർമെൻറ്റേഷൻ, TCA സൈക്കിൾ. എല്ലാവരും നമ്മളുടെ +1 കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ച സാധനമാണ് TCA സൈക്കിൾ. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, നമ്പർ ഓഫ് ATP മോളിക്യൂൾസ് ജനറേറ്റഡ്, ആംഫിബോളിക് പാത്വേ ആൻഡ് റെസ്പിറേറ്ററി കോഷ്യന്റ്. ഓക്കെ, ഇതാണ് 8th ചാപ്റ്റർ വിച്ച് ഈസ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. ഇനി കമ്മിങ് ടു ദ 9th ചാപ്റ്റർ, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നമുക്ക് ഈ പ്രാവശ്യം നീറ്റിൻ്റെ സിലബസിലുള്ളത് സീഡ് ജെർമിനേഷൻ, ഫേസസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റേറ്റ്, കണ്ടീഷൻസ് ഓഫ് ഗ്രോത്ത്, ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ ആൻഡ് റീഡിഫറൻസിയേഷൻ. ഓക്കെ, ആൻഡ് റീഡിഫറൻസിയേഷൻ. പിന്നെ സീക്വൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോസസ് ഇൻ പ്ലാന്റ് സെൽ, ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഗ്രോത്ത് റെഗുലേറ്റേഴ്സിന് കുറേ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓഫ് വരാം. അപ്പോൾ നീറ്റൊക്കെ എന്താണ്, ഒബ്വിയസ്ലി ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയത് കാരണം എന്താണ്, ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കാം. നമുക്ക് ഏതൊക്കെ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ് പഠിപ്പിച്ചത്? ഓക്സിൻ, പിന്നെ ജിബ്രലിൻ, സൈറ്റോകൈനിൻ, എത്തിലീൻ ആൻഡ് ABA. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ആൻഡ് ദാറ്റ് ഈസ് ദ 9th ചാപ്റ്റർ, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. Now coming to the 10th chapter, sexual reproduction in flowering plants. നമ്മൾ +2 സെക്കൻഡ് ചാപ്റ്റർ ആണ്, ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഫസ്റ്റ് ചാപ്റ്റർ എവിടെ പോയി? യെസ്, റീപ്രൊഡക്ഷൻ ഓർഗാനിസം ആയിരുന്നു നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ. ആ ചാപ്റ്റർ എന്തായി? ഡിലീറ്റ് ആയി. മൊത്തത്തിൽ ആ ചാപ്റ്റർ ഡിലീറ്റ് ആയി പോയി. ചാപ്റ്ററിൽ വലിയതായിട്ടൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, 2 സിമ്പിൾ ടോപ്പിക് ആയിരുന്നു ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾ പഠിക്കേണ്ട. ഓക്കെ, ചാപ്റ്റർ മൊത്തത്തിൽ ഡിലീറ്റ് ആയി പോയി. അപ്പോൾ നമ്മൾ കമ്മിങ് ടു ദ സെക്കൻഡ് ചാപ്റ്റർ, ദാറ്റ് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ സിലബസിൽ ഉള്ളത് എല്ലാം സിലബസിലുണ്ട്, ഒന്നും കട്ട് ചെയ്ത് ഡിലീറ്റ് ആയി പോയിട്ടില്ല. ഓക്കെ, അതിൽ മെയിൻലി ഫ്ലവർ സ്ട്രക്ചർ, ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റോഫൈറ്റ്. മെയിൽ ഗമീറ്റോഫൈറ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. പിന്നെ പോളിനേഷൻസിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്?
ടൈപ്സ് നമുക്ക് 3-4 ടൈപ്സ് പഠിക്കാനുണ്ട് അല്ലേ? ഏതൊക്കെയാണ്, ഏത് ടൈപ്സ് ഓഫ് പോളിനേഷൻ ആണ് അതുണ്ട്. പിന്നെ ഏജൻസീസ് എന്താണ്, ഏത് ഏജൻസി വഴിയാണ് പോളിനേഷൻ നടക്കുന്നത്, ഏതൊക്കെയാണ്, വിൻഡ്, എയർ, വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഏജൻസീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അതുണ്ട്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ്. ഓക്കെ, ഏജൻസീസിൽ നമ്മൾക്ക് 3 ടൈപ്സ് ആണുള്ളത്. വിൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. ഓക്കെ, ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് വരുമ്പം അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇത് നമ്മൾ സിലബസ് ആണ് ജസ്റ്റ് പറയുന്നത്. ഓക്കെ, പിന്നെ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ്, പിന്നെ പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ, പിന്നെ ഡബിൾ ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. നമുക്ക് എന്താണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്, 3-4 ഇവൻറ്റ്സ് പറയുന്നുണ്ട്, അത് പഠിക്കണം. ഓക്കെ, പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് എൻഡോസ്പേം ആൻഡ് എംബ്രിയോ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, എൻഡോസ്പേം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അപ്പോമെക്സിസ്, പാർത്തനോകാർപ്പി. എന്താണ് പാർത്തനോകാർപ്പി? എന്താണ് സീഡ്ലെസ് ഫ്രൂട്ട്സ് ആണ് അല്ലേ? പിന്നെ പോളി എംബ്രിയോണി, പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് സീഡ് ആൻഡ് ഫ്രൂട്ട് ഫോർമേഷൻ്റെയും സീഡ് ഫോർമേഷൻ്റെയും സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ദ 10th chapter, which is sexual reproduction in flowering plants. Now coming to the 11th chapter, that is biotechnology, principles and processes. +2 ബോട്ടണിയിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് എന്ത്, ബയോടെക്നോളജി. ഓക്കെ, കുറച്ച് പേർക്കൊക്കെ ഹാർഡായിട്ടുള്ള ചാപ്റ്റർ ആയിരിക്കും ബയോടെക്നോളജി. അതേപോലെ സുവോളജിയിലെ മോളിക്യുലാർ ഇൻഹെറിറ്റൻസും. അപ്പം അതിൽ നിന്ന് നമ്മളുടെ ബയോടെക്നോളജിന്ന് ഒബ്വിയസ്ലി ഒന്നും ഡിലീറ്റ് ആയിട്ടില്ല. വെരി ബേസിക് ചാപ്റ്ററാണ് നമ്മളെ നീറ്റിൻ്റെ കുട്ടികൾക്കൊക്കെ. സോ അതിലെന്താണ് ജനറ്റിക് എൻജിനീയറിംഗും ഉണ്ട്, റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. 2 മെയിൻ ടോപ്പിക്കാണ് അതിൽ പറഞ്ഞത്. ആ 2 മെയിൻ ടോപ്പിക് എന്താണ് നമുക്ക് നീറ്റിനുള്ളതാണ്. ഓക്കെ, 12th chapter ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അതിൽ ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി, ആ 2 കാര്യത്തിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഹെൽത്തിലും ഒന്ന് അഗ്രികൾച്ചറിലും. അഗ്രികൾച്ചറിൽ എങ്ങനെയാണ് ബയോടെക്നോളജി യൂസ് ചെയ്യുന്നത്, ഹെൽത്തിൽ എങ്ങനെയാണ് ബയോടെക്നോളജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 നമുക്ക് പഠിക്കാനുള്ളത്, വിച്ച് ഇസ് ഹെൽത്ത് ആൻഡ് അഗ്രികൾച്ചർ. പിന്നെ ഹ്യൂമൻ ഇൻസുലിൻ, വാക്സിൻ പ്രൊഡക്ഷൻ, ജീൻ തെറാപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ചാപ്റ്ററാണ് ബയോടെക്നോളജി. പിന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം, നമുക്ക് 3 ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് BT ക്രോപ്സ്, പിന്നെ ട്രാൻസ്ജനിക് ആനിമൽസ്. അപ്പം ക്രോപ്സിനെ കുറിച്ചും ട്രാൻസ്ജനിക് ആനിമൽസിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. പിന്നെ ബയോ സേഫ്റ്റി ടിഷ്യൂ, ദാറ്റ് ഈസ് ബയോ പൈറസി ആൻഡ് പേറ്റൻസ്. അത് 2 ചെറിയ ടോപ്പിക്കാണ്. ഓക്കെ, Now coming to the 13th chapter, that is organism and population. Organism and population ഒന്നും ഡിലീറ്റ് ആയിട്ടില്ല. ആകെ ഇതിൽ 3 ടോപ്പിക്കേ പറയുന്നുള്ളൂ. ആ 3 ടോപ്പിക്ക് നമുക്ക് നീറ്റിൻ്റെ സിലബസിലുള്ളതാണ്. ദാറ്റ് ഈസ് ഓർഗാനിസം ഇൻ എൻവയോൺമെൻറ്റ്, പോപ്പുലേഷൻ ഇൻറ്ററാക്ഷൻ. അതിൽ 4 പോപ്പുലേഷൻ ഇൻറ്ററാക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് മ്യൂച്വലിസം, കോമ്പറ്റീഷൻ, പ്രെഡേഷൻ ആൻഡ് പാരസൈറ്റിസം. ഓക്കെ, ആ 4 ടോപ്പിക്കും നമുക്ക് എന്താണ് സിലബസിലുണ്ട്. പിന്നെ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്, അതായത് ഗ്രോത്ത്, ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്, പിന്നെ ഏജ് ഡിസ്ട്രിബ്യൂഷൻ. വളരെ ചെറിയ ചാപ്റ്ററാണ്, സിമ്പിൾ ചാപ്റ്ററാണ്. പിന്നെ 14th ചാപ്റ്റർ ഈക്കോസിസ്റ്റത്തിൽ പാറ്റേൺസ് ആൻഡ് കോമ്പോസിഷൻ, പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ. പിന്നെ പിരമിഡ്സ് ഓഫ് നമ്പർ, ബയോമാസ് ആൻഡ് എനർജി. പിരമിഡ്സ് ഓഫ് നമ്പർ നമ്മളിങ്ങനെ ഒരു പിരമിഡ് വരച്ച് ഇങ്ങനെ 3 ഇതൊക്കെ ആക്കിയിട്ട് വരച്ച് പഠിച്ച സാധനമല്ലേ, അതൊക്കെ സിലബസിലുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് കമ്മിങ് ടു ഇതാണ് ബോട്ടണിയിൽ ഡിലീറ്റ് ചെയ്ത ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 13 ചാപ്റ്റേഴ്സാണ്, +1 ആൻഡ് +2 കൂട്ടിയിട്ട് 13 ചാപ്റ്റേഴ്സാണ് ബോട്ടണിയിൽ വരുന്നത്. അതിൽ എത്രയാണ് 5 ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ആയിപ്പോയി. മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്ത ചാപ്റ്റേഴ്സാണ്, പോർഷൻസ് അല്ല, ചാപ്റ്റർ തന്നെ ഡിലീറ്റ് ചെയ്ത് പോയി. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്, പിന്നെ മിനറൽ ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ഓർഗാനിസം, സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. അപ്പം പഠിച്ചവർ ഡോണ്ട് വെറി, ഇതൊന്നും അത്ര വലിയ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് അല്ലായിരുന്നു. ആകെ കൂടെ നമുക്ക് ഇതിൽ നിന്നൊരു സമാധാനം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ മിനറൽ ന്യൂട്രീഷൻ കട്ട് ചെയ്ത് പോയി. കാരണം ആകെ കൂടെ ഒരു ഇടങ്ങാറ് പഠിച്ചൊരു ചാപ്റ്റർ ആയിരുന്നു എന്ത്, മിനറൽ ന്യൂട്രീഷൻ. എല്ലാവരും അത് പഠിക്കാനായിരുന്നു ഭയങ്കര ഇടങ്ങാറ് പറയുക. അതിൽ കുറേ പാത്വേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അത് മാത്രമാണ് നമുക്ക് ആകെ കിട്ടിയൊരു സുഖം. ബാക്കി എല്ലാതും നമ്മൾ സിമ്പിൾ ടോപ്പിക്സ് ആയിരുന്നു.
ചെറിയ ചെറിയ പോർഷൻസ് മാത്രം പറയുന്ന ടോപ്പിക്സ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഫുഡ് പ്രൊഡക്ഷൻ, എന്താണ് അതിൽ പറയുക, ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ റീപ്രൊഡക്ഷൻ ഓർഗാനിസം 2 ടോപ്പിക്കേ ഉണ്ടായിട്ടുള്ളൂ, ഡിലീറ്റായി. പിന്നെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു, നമുക്ക് തന്നെ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുക, സ്വന്തമായിട്ട് കോമൺ സെൻസ് ലോജിക്കലായിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു, അതും കട്ട് ചെയ്ത് പോയി. ഓക്കെ, സോ പഠിക്കാത്തവർക്ക് ഗുഡ് ഇനഫ്, അതായത് 5 ചാപ്റ്റേഴ്സാണ് നിങ്ങളെ സിലബസ് തന്നെ കട്ട് ചെയ്ത് പോയത്. സോ എന്താക്കി നിങ്ങൾക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ എന്താക്കാം മൊത്തം കോൺസെൻട്രേഷൻ കൊടുക്കാം അല്ലേ. ഓക്കെ, നൗ കമ്മിങ് ടു സുവോളജി. സുവോളജീൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. സുവോളജീൻ്റെ സിലബസിൽ എന്താണ് അവസ്ഥ, എന്താണ് മാറ്റങ്ങൾ എന്ന് നോക്കാം. ഇങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു പഠിക്കാനൊരു കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ ആവില്ലേ, ലൈക്ക് ഓക്കെ ഈ ചാപ്റ്റർ കട്ട് ചെയ്തല്ലോ, ഇനി ഈ ചാപ്റ്റർ പഠിക്കേണ്ടത്. ഇവൻ എന്തോ അത് കുഞ്ഞ് ചാപ്റ്ററാണ്, ഇപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവില്ലേ, ഓക്കെ ആ ചാപ്റ്ററിനെ കട്ട് ചെയ്ത് പോകും. നമ്മളുടെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ +2 NCERT ബുക്കിൽ ഈ ചാപ്റ്റർ മാം പറയും ഈ ചാപ്റ്റർ പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളെന്താക്കും ഇങ്ങനൊരു ക്രോസ് ഇടും അല്ലേ, ഫ്രണ്ട് പ്രീഫേസിൽ തന്നെ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ക്രോസ് ഇട്ട് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു പഠിക്കാൻ ഒരു മോട്ടിവേഷൻ വരും, ലൈക്ക് ഓക്കെ ഇത്രയും ചാപ്റ്റേഴ്സ് കട്ട് ചെയ്ത് പോയി, ഇനി ബാക്കിയുള്ളത് നോക്കിയാൽ മതി എന്നുള്ളൊരിത് വരും. ഓക്കെ, നൗ കമ്മിങ് ടു സുവോളജി. സുവോളജിയിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്, ലിവിങ് വേൾഡ്. ലിവിങ് വേൾഡിൽ ഒന്നും കട്ട് ചെയ്തിട്ടില്ല, വളരെ ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് ചാപ്റ്ററാണ്. അതെന്താണ്, ലിവിങ് എന്താണ്, ബയോഡൈവേഴ്സിറ്റി, നീഡ് ഫോർ ക്ലാസിഫിക്കേഷൻ. പിന്നെ അതിലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ടാക്സോണമി ആൻഡ് സിസ്റ്റമാറ്റിക്സ്. നമ്മൾ പുതുതായിട്ട് +1 ജോയിൻ ചെയ്തിട്ട് പുതുതായിട്ട് കേട്ട് വരുന്നൊരു സാധനമായിരിക്കും ടാക്സോണമി. പിന്നെ ടാക്സോണമിക്കൽ ഹെയറാർക്കി, ഒരു ടാക്സോണമിക്കൽ ഹെയറാർക്കി. പിന്നെ ബൈനോമിയൽ നോമെൻക്ലേച്ചർ, എങ്ങനെയാണ് ഓരോ സ്പീഷീസിന് നെയിം ഇടൽ, അതാണ് ബൈനോമിയൽ നോമെൻക്ലേച്ചർ. നൗ കമ്മിങ് ടു ദ സെക്കൻഡ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ആനിമൽ കിങ്ഡം. +1 സുവോളജിയിലെ ഏറ്റവും വലിയൊരു ചാപ്റ്റർ അല്ലേ ആനിമൽ കിങ്ഡം, കുറേ പഠിക്കാനുണ്ട്. അപ്പം അതിൽ എല്ലാം പഠിക്കാനുണ്ട്. അതിൽ ബേസിക്കലി പറഞ്ഞത് കോഡേറ്റ നോൺ കോഡേറ്റ പറഞ്ഞ സാധനങ്ങളായിരുന്നു, അത് നമുക്ക് എന്തായാലും പഠിക്കാണ്ട് എല്ലാം പഠിക്കണം. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ്, ദാറ്റ് ഈസ് നോൺ കോഡേറ്റും കോഡേറ്റും പഠിക്കണം. ക്ലാസ്സസ് ലെവൽ ക്ലാസ്സസ് വരെ നമുക്ക് ഫൈല ക്ലാസ്സസ്, ഫാമിലി അങ്ങനെ പറഞ്ഞിട്ട് കുറേ ക്ലാസ്സസ് ഉണ്ടല്ലോ, ലെവൽസ് ഉണ്ടല്ലോ. തേർഡ് ചാപ്റ്റർ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസ്, ടിഷ്യൂസിനെ കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ അതിൽ ആനിമൽ ടിഷ്യൂ, അതിൻ്റെ മോർഫോളജി, പിന്നെ അനാറ്റമി ആൻഡ് ഫങ്ഷൻ ഓഫ് ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് ഇൻസെക്ട്, പിന്നെ മോർഫോളജി ആൻഡ് അനാറ്റമി ഓഫ് ഫ്രോഗ്. അപ്പം ഈ മോർഫോളജി ആൻഡ് അനാറ്റമി ഓഫ് ഫ്രോഗ് ഇതുവരെ ഇല്ലായിരുന്നു, സിലബസിൽ ആഡ് ചെയ്തതാണ്, ഒരു പുതിയ സാധനമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, മോർഫോളജി ആൻഡ് അനാറ്റമി ഓഫ് ഫ്രോഗ്. ഓക്കെ, ഫ്രോഗിൻ്റെത് കുറച്ച് കാലം മുന്നേ ഉണ്ടായിരുന്നു, പിന്നെ അത് കട്ട് ചെയ്ത് പോയി, വീണ്ടും അത് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ടു ബയോമോളിക്യൂൾസ്. +1 എന്താണ്, നമുക്ക് കുറച്ച് പേർക്ക് ഇഷ്ടമല്ലാത്തൊരു ചാപ്റ്റർ അല്ലേ ബയോമോളിക്യൂൾസ്. ഏകദേശം ഒരു കെമിസ്ട്രി പോലെയൊക്കെ ഫീൽ ചെയ്യും നമുക്ക് ആ ചാപ്റ്റർ പഠിക്കും, കുറേ ഇക്വേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. സോ അതിൽ ഒരു ടോപ്പിക് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്, ബാക്കിയുള്ള ടോപ്പിക്സ് ഉണ്ട്. അതായത് എ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ലിവിങ് സെൽസ്. പിന്നെ ബയോമോളിക്യൂൾസിന് മെയിൻലി പഠിക്കേണ്ടത് സ്ട്രക്ചർ പഠിക്കണം, ഫങ്ഷൻ, പ്രോട്ടീൻ്റെ ഫങ്ഷൻ, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. പിന്നെ എൻസൈംസ് പഠിക്കണം, കുറേ എൻസൈംസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ടൈപ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ആൻഡ് എൻസൈം ആക്ഷൻ, പിന്നെ ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമെൻക്ലേച്ചർ ഓഫ് എൻസൈംസ്. Now coming to the fifth chapter, which is breathing and exchange of gases. ഇതിൻ്റെ മുന്നൊരു ചാപ്റ്റർ ഇവിടെ പോയി എന്ന് വിചാരിക്കുന്നു, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഇല്ലേ, അത് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. ആ ചാപ്റ്റർ മൊത്തമായിട്ട് പോയി. ഓക്കെ, ആ ചാപ്റ്റർ മാത്രമാണ് നമുക്ക് സുവോളജിയിൽ കട്ട് ചെയ്ത് പോയി എന്ന് പറയാൻ മാത്രമുള്ളത്. ഓക്കെ, അപ്പം ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻ ആനിമൽ, റെസ്പിറേറ്ററി സിസ്റ്റം ഇൻ ഹ്യൂമൻ, മെക്കാനിസം ഓഫ് ബ്രീത്തിങ്, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ, റെസ്പിറേറ്ററി വോള്യൂംസ് നമുക്ക് കുറേ ഒരു 3-4 ഇത് പഠിക്കാനുണ്ട്. ഓക്കെ, അത് പഠിക്കണം. പിന്നെ ഡിസോർഡേഴ്സ്, റെസ്പിറേഷനുമായിട്ട് ഡിസോർഡേഴ്സ് കുറേ ഉണ്ടാകും. കുറേ ആൾക്കാർക്ക് ആസ്മ, എംഫിസിമ, പിന്നെ ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ സിലബസിൽ വരുന്ന ടോപ്പിക്സ്. നെക്സ്റ്റ് വൺ കമ്മിങ് ടു 6th ചാപ്റ്റർ, ബോഡി ഫ്ലൂയിഡ് ആൻഡ് സർക്കുലേഷൻ. അതിൽ നമുക്ക് എല്ലാ ടോപ്പിക്സും ഉണ്ട്, ഒന്നും കട്ട് ചെയ്ത് പോയില്ല. മെയിൻലി ബ്ലഡ് ഗ്രൂപ്പ് പഠിക്കണം, കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്, പിന്നെ ലിംഫും അതിൻ്റെ ഫങ്ഷൻ, ലിംഫ് എന്താണ്, കോമ്പോസിഷൻ ഓഫ് ലിംഫ് ആൻഡ് ഫങ്ഷൻ, പിന്നെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം, പിന്നെ ഹ്യൂമൻ ഹാർട്ടും ബ്ലഡ് വെസൽസും ഇതിൻ്റെ സ്ട്രക്ചർ,
വെരി ഇമ്പോർട്ടൻറ്റ്. ഹ്യൂമൻ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ നമുക്ക് എന്തായാലും പഠിക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾ +2 എക്സാംസിനും ചോദിക്കലുണ്ട്, അപ്പം അതിനും പഠിക്കണം. പിന്നെ കാർഡിയാക് സൈക്കിൾ, ഇ സി ജി അല്ല നമ്മളിങ്ങനെ വരച്ചിട്ട് ഒരു സാധനമില്ലേ അത്. ഓക്കെ, അതിൻ്റെ ഓരോ വി എന്താണ് അതൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ട്, അപ്പം അത് പഠിക്കണം. പിന്നെ ഡബിൾ സർക്കുലേഷൻ, റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി, ഡിസോർഡേഴ്സ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം, ഹൈപ്പർ ടെൻഷൻ, കൊറോണറി ആർട്ടറി ഡിസീസ്, ആൻജിന പെക്ടോറിസ്, ഹാർട്ട് ഫെയിലിയർ. ഇതൊക്കെ ഓരോ ഡിസോർഡേഴ്സിനെ കുറിച്ച് പറയുന്നില്ല നമ്മൾ. ആൻജിന പെക്ടോറിസ് എന്താണ്, ഹാർട്ട് ഫെയിലിയർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിൻ്റെ കുറേ ഫീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ പഠിക്കും. 7th ചാപ്റ്റർ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. ഈ ചാപ്റ്ററിൽ എല്ലാതും ഉണ്ട്. മെയിൻലി നമ്മുടെ കിഡ്നീനെ കുറിച്ചും കിഡ്നി ഫങ്ഷനും കിഡ്നി ഫെയിലിയറിനെ കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്ററാണ്. സോ ദിസ് ഇസ് ദെയർ. അതിൽ യൂറിയോടെലിസം, യൂറിക്കോടെലിസം ഫസ്റ്റ് ടോപ്പിക്സ് ആണ് പഠിക്കണം. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും. നിങ്ങൾ സ്ട്രക്ചർ പഠിക്കുന്ന സമയത്ത് ഏതൊക്കെയാണോ സ്ട്രക്ചർ പഠിക്കാനുള്ളത് എന്ന് ആദ്യം എഴുതി വെക്കട്ടോ, സോ ദാറ്റ് യു ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. അപ്പം കുറേ ചാപ്റ്ററിൽ കുറേ സ്ട്രക്ചറും കുറേ ഫങ്ഷൻസും പഠിക്കും. ഫങ്ഷൻസ് ഒബ്വിയസ്ലി നിങ്ങൾ എല്ലാത്തിലും പഠിച്ചു പോകും, പക്ഷേ സ്ട്രക്ചർ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ചിലപ്പം വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താക്കുക വെച്ചാൽ, ഇപ്പോൾ സിലബസ് പറയുന്ന കൂടെ തന്നെ, സിലബസ് മാർക്ക് ചെയ്യുന്ന കൂടെ തന്നെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളം ഉണ്ടാക്കുക. എന്നിട്ട് എന്താക്കാം, ഇങ്ങനെ ഓക്കെ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ വേണം. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം പിന്നെ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ വേണം. ഹാർട്ടിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. ബ്ലഡ് വെസലിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. ഓക്കെ, ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ സ്ട്രക്ചേഴ്സ് നിങ്ങൾ എഴുതി വെക്കുക, സോ ദാറ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഹെൽപ്ഫുൾ ആവും. ഓക്കെ, പിന്നെ യൂറിൻ ഫോർമേഷൻ, ഓസ്മോ റെഗുലേഷൻ, റെഗുലേഷൻ ഓഫ് കിഡ്നി ഫങ്ഷൻ, റെനിൻ ആൻഡ് ആൻജിയോടെൻസിൻ, നേട്രി യൂറിയറ്റിക് ഫാക്ടർ, നമ്മൾ ഏട്രിയൽ നേട്രി യൂറിയറ്റിക് ഫാക്ടർ ഒക്കെ പഠിച്ചല്ലേ. പിന്നെ റോൾസ് ഓഫ് അതർ ഓർഗൻസ് ഇൻ എക്സ്ക്രീഷൻ, ഡിസോർഡേഴ്സ് ഇൻ യുറീമിയ, റീനിയൽ ഫെയിലിയേഴ്സ്, പിന്നെ ഡയാലിസിസ്, പിന്നെ ആർട്ടിഫിഷ്യൽ കിഡ്നി എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് coming to the 8th chapter, that is locomotion and movement. അതിൽ മെയിൻലി നമുക്ക് 4-5 ടോപ്പിക്കേ ഉള്ളൂ. ആ ടോപ്പിക്സ് ഒക്കെ പഠിക്കണം കേട്ടോ. സുവോളജിയിൽ വലിയ മാറ്റങ്ങളില്ല കമ്പയറിങ് ടു ബോട്ടണിയിൽ ആകുമ്പം കുറേ ചാപ്റ്റേഴ്സ് തന്നെ കട്ട് ചെയ്ത് പോയി. പക്ഷേ സുവോളജിയിൽ അത്ര വലിയ സിവിയർ മാറ്റങ്ങളില്ല. അവിടെ ഇവിടെ ചെറിയ പോർഷൻസ് കട്ട് ചെയ്യുന്നല്ലാതെ ചാപ്റ്റേഴ്സായിട്ട് ഡിലീറ്റ് ആയി പോയത് ഒറ്റ ചാപ്റ്ററാണ്. സോ അത് കീപ്പ് ഇൻ മൈൻഡ്. ഓക്കെ, അതിൽ ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ് പഠിക്കണം. സിലിയറി, ഫ്ലജല്ലാർ, മസ്ക്യുലാർ, സ്കെലറ്റൽ മസിൽസിനെ കുറിച്ച് പഠിക്കണം. കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ് ആൻഡ് മസിൽ കോൺട്രാക്ഷൻ. പിന്നെ സ്കെലറ്റൽ സിസ്റ്റം, അതിൻ്റെ ഫങ്ഷൻ, ജോയിൻസ് പഠിക്കണം. പിന്നെ ഡിസോർഡേഴ്സ് ഓഫ് മസ്ക്യുലാർ ആൻഡ് സ്കെലറ്റൽ സിസ്റ്റം. 9th ചാപ്റ്റർ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. അതിൽ ന്യൂറോൺ ആൻഡ് നെർവ്സ്. ന്യൂറോണിൻ്റെ സ്ട്രക്ചറൊക്കെ നമുക്ക് പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ വീണ്ടും നിങ്ങളുടെ സ്ട്രക്ചറിൻ്റെ സൈഡിൽ എഴുതി വെക്കുക എന്താണ് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, പിന്നെ നെർവസ് സിസ്റ്റം ഇൻ ഹ്യൂമൻ, പെരിഫറൽ നെർവസ് സിസ്റ്റം, വിസറൽ നെർവസ് സിസ്റ്റം, ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. ഓക്കെ, now coming to the 10th chapter chemical coordination and integration. അതിൽ endocrine glands and hormones, പിന്നെ human endocrine system. ഏതൊക്കെയാണ് human endocrine system? hypothalamus, pituitary, pineal, thyroid, parathyroid, adrenal, pancreas and gonads. പിന്നെ mechanism of hormone action, role of hormone as messengers and regulators, hypo and hyperactivity. അതിൽ എന്താണ് ഹൈപ്പോ ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റീസിൽ നമുക്ക് കുറേ ഡിസോർഡേഴ്സ് പഠിക്കാനുണ്ട് അല്ലേ. ഡ്രോഫിസം, പിന്നെ അതേപോലെ ആക്രോമെഗലി, ഗോയിറ്റർ, ഡയബറ്റിസ്, അഡിസൺസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഡിസീസ് പഠിക്കാനുണ്ട്. ഈ ഡിസീസൊന്നും ഞാൻ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് വരുന്ന സമയത്ത് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഓക്കെ, now coming to the 11th chapter human reproduction. എല്ലാവർക്കും ഭയങ്കര ഡൗട്ടായിരുന്നു, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ കട്ട് ചെയ്ത് പോയോ. നോ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ കട്ട് ചെയ്ത് പോയിട്ടില്ല. അതിൽ ഒരു ടോപ്പിക്കും കട്ട് ചെയ്തിട്ടില്ല, എല്ലാ ടോപ്പിക്കും പഠിക്കാനുണ്ട്. സോ അതിൽ മെയിൻലി മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, പിന്നെ മൈക്രോസ്കോപ്പിക് അനാറ്റമി ഓഫ് ടെസ്റ്റിസ് ആൻഡ് ഓവറി. ടെസ്റ്റിസ് ആൻഡ് ഓവറിൻ്റെ മൈക്രോസ്കോപ്പിക്
അനാട്ടമി പഠിക്കാനുണ്ട്, ഗെമിറ്റോജെനിസിസ് എന്താണെന്ന് പഠിക്കാനുണ്ട്, സ്പെർമാറ്റോജെനിസിസ്, oogenesis, menstrual cycle, fertilization, embryo development up to blastocyst formation. ഓക്കെ, ബ്ലാസ്റ്റോസിസ് ഫോർമേഷൻ വരെയുള്ളത് പഠിച്ചാൽ മതി. പിന്നെ ഇംപ്ലാന്റേഷൻ, പ്രഗ്നൻസി, പ്ലാസിൻഡ ഫോർമേഷൻ, പാർച്ചുറേഷൻ ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ലാക്ടേഷൻ. എല്ലാ ടോപ്പിക്കും പഠിക്കാനുണ്ട് കേട്ടോ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ. Now coming to the 12th chapter, reproductive health. reproductive healthും പ്ലസ് ടു സുവോളജിയിൽ നിന്ന് കട്ട് ചെയ്തിട്ടില്ല. വെരി ബേസിക് ചാപ്റ്ററുകൾ. നീറ്റിനൊക്കെ പോകുന്ന കുട്ടികൾ ഒബ്വിയസ്ലി നീറ്റിൻ്റെ സിലബസ് അല്ല, അപ്പോൾ നീറ്റ് ആസ്പിറൻസും നീറ്റ് നമ്മൾ എൻട്രൻസ് ഒക്കെ ക്രാക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒക്കെ ബേസ് വേണം. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, സെൽ, നമ്മൾ ഹ്യൂമൻ ബോഡീനെ കുറിച്ചല്ല നമ്മൾ പഠിക്കാൻ പോകണം. സോ ദാറ്റ് ഈസ് അതിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ നീഡ് എന്താണ്? പ്രിവെൻഷൻ ഓഫ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, STDs. ഓക്കെ. പിന്നെ ബർത്ത് കൺട്രോളിൻ്റെ നീഡ്സ് എന്താണ്, അതിൻ്റെ മെത്തേഡ്സ് ഏത്, കുറേ മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട് ബർത്ത് കൺട്രോളിൽ. ഓക്കെ. പിന്നെ കോൺട്രാസെപ്ഷൻ ആൻഡ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, MTP. ഇങ്ങനെ ഓരോ ഇത് പഠിച്ചു വെക്കട്ടെ. ഇപ്പം ഫോർ എക്സാമ്പിൾ MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, STDs. ഓക്കെ. പിന്നെ അമിനോസെൻസിസ്, ഇൻഫെർട്ടിലിറ്റി, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, IVF, സിഫ്റ്റ്, ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ടോപ്പിക് ഉണ്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ. അപ്പം അതൊക്കെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. Now coming to the 13th chapter, principle of inheritance and variation. നമ്മൾ കുറച്ചൊന്ന് പാടുപെട്ട് പഠിക്കാൻ പാടുപെട്ട് പഠിക്കുന്ന ചാപ്റ്ററാണല്ലേ സുവോളജിയിൽ. കുറച്ച് നോട്ട് വെരി ടഫ്, മോളിക്കുലർ ഇൻഹെറിറ്റൻസിന് അത്ര ടഫില്ല, പക്ഷെ എന്നാൽ പോലും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചാപ്റ്ററാണല്ലേ. അതിൽ നമുക്ക് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, മെൻ്റലി ഇൻഹെറിറ്റൻസ്, ഡീവിയേഷൻസ് ഫ്രം മെൻ്റലിസം, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലിലീസ് ആൻഡ് ഇൻഹെറിറ്റൻസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ്, പിന്നെ എലിമെൻ്ററി ഐഡിയ ഓഫ് പോളിജീനിക് ഇൻഹെറിറ്റൻസ്, ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്, പിന്നെ സെക്സ് ഡിറ്റർമിനേഷനിൽ നമുക്ക് ഫസ്റ്റ് ഹ്യൂമൻസിനെ മാത്രമേ ഇതുവരെ പഠിക്കാനുള്ളൂ, പക്ഷെ ഇപ്രാവശ്യം 2 ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹ്യൂമൻസ് പഠിക്കണം, ബേർഡ്സ് പഠിക്കണം, ഹണി ബി പഠിക്കണം. ഇങ്ങനെ 3 സെക്സ് ഡിറ്റർമിനേഷനാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. പിന്നെ ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ, സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ്, അതിൽ നമുക്ക് 2 പഠിക്കാനുണ്ട്, ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ്. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് ഇയർ പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ മെൻ്റലി ഡിസോർഡേഴ്സ് പഠിക്കാനുണ്ട്, തലാസീമിയ, അതാണ് ഡിസോർഡർ. പിന്നെ ക്രോമസോമൽ ഡിസോർഡർ പഠിക്കാനുണ്ട്, അതാണ് ഡൗൺ സിൻഡ്രോം, ട്യൂമേഴ്സ്, ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം. ഇതൊന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിക്കും നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് ഏതൊക്കെയാണ്? ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ്. ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്? ഡൗൺ സിൻഡ്രോം, ട്യൂമേഴ്സ്, ക്ലൈൻഫിൽട്ടർ സിൻഡ്രോം. മെൻ്റലീനിയൻ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്? തലസീമിയ. അപ്പം ഇതൊന്ന് കൺഫ്യൂഷൻ ആവരുത്. മേക്ക് എ നോട്ട് ആൻഡ് സ്റ്റഡി വെൽ. ഓക്കെ. 14th ചാപ്റ്റർ, മോളിക്യുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. കുറേ ആൾക്കാരുടെ ഇഷ്ടമില്ലാത്തൊരു ചാപ്റ്റർ അല്ലേ. കുറേ അധികം ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ചാപ്റ്ററാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ്. അപ്പം അതിലാണ് നമ്മൾ മെയിൻലി ജെനറ്റിക്സിനെ കുറിച്ചൊക്കെ ഫസ്റ്റായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ട് ഈ ചാപ്റ്റർ ഉണ്ടാവും. പക്ഷേ ഈ ചാപ്റ്റർ നിങ്ങൾ സന്തോഷിക്കേണ്ട, ഈ ചാപ്റ്ററിൽ നിന്ന് ഒന്നും കട്ട് ചെയ്ത് പോയിട്ടില്ല, എല്ലാതും നിങ്ങൾക്ക് സിലബസിലുള്ളതാണ്. സോ എല്ലാം പഠിക്കുക. അതിൽ സെർച്ച് ഫോർ ജെനറ്റിക് മെറ്റീരിയൽ, DNA ആസ് ജെനറ്റിക് മെറ്റീരിയൽ, സ്ട്രക്ചർ ഓഫ് DNA ആൻഡ് RNA. നമ്മൾ സ്ട്രക്ചറിൻ്റെ കോളത്തിൽ എഴുതി വെക്കാം കേട്ടോ. DNA RNAൻ്റെ സ്ട്രക്ചർ പഠിക്കാനുള്ളതാണ്. പിന്നെ DNA റെപ്ലിക്കേഷൻ, DNA പാക്കേജിങ്, സെൻട്രൽ ഡോഗ്മ, ട്രാൻസ്ക്രിപ്ഷൻ, ജെനറ്റിക് കോഡ്, ട്രാൻസ്ലേഷൻ, ജീൻ എക്സ്പ്രഷൻ ആൻഡ് റെഗുലേഷൻ. അത് നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പഠിച്ചത്. ദാറ്റ് ഈസ് ലാക്കോപ്രോൺ. പിന്നെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, പിന്നെ DNA ഫിംഗർ പ്രിൻറ്റിങ്, പ്രോട്ടീൻ ബയോസിന്തസിസ്. അപ്പം എല്ലാ പോർഷൻസും എന്താണ് സിലബസിൽ, നീറ്റിന് വേണ്ടി സിലബസിലുള്ളതാണ് കേട്ടോ. കമ്മിങ് ടു ദ 15th ചാപ്റ്റർ, എവല്യൂഷൻ. സിമ്പിൾ ചാപ്റ്ററാണ്, സിമ്പിളായിട്ട് പഠിക്കാവുന്നതാണ്. കുറച്ചധികം ടോപ്പിക്സ് ഉണ്ട്, പക്ഷേ എന്താണ് എല്ലാ ടോപ്പിക്സും സിമ്പിളാണ്. ഓക്കെ. അതിൽ ഒറിജിൻ ഓഫ് ലൈഫ്, നമ്മളുടെ മറ്റേ കുറേ കുരങ്ങന്മാർ വെച്ചിട്ടുള്ള ആ ഒരു ഒറിജിൻ ഓഫ് ലൈഫ്, ആ ഒരു
ഡയഗ്രമാറ്റിക് ഇതൊക്കെ വെച്ചിട്ട് പഠിക്കുന്ന ചാപ്റ്റർ അല്ലേ. പിന്നെ ബയോളജിക്കൽ ഇവല്യൂഷൻ, എവിഡൻസ് ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ ആൻഡ് പിന്നെ പാലന്റോളജി, കമ്പാരിറ്റീവ് അനാട്ടമി, എംബ്രിയോളജി, ഡാർവിൻസ് കോൺട്രിബ്യൂഷൻ. ഈ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ, ഡാർവിൻസ് കോൺട്രിബ്യൂഷൻ. പിന്നെ മോഡേൺ സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ, mechanism of evolution, variation and natural selection with examples, types of natural selection, gene flow, genetic drift, Hardy-Weinberg principle. Another important topics from this chapter. പിന്നെ adaptive radiation, human evolution and modern synthetic theory of evolution. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, 2 ടോപ്പിക്കാണ് ചാപ്റ്റർ ഉള്ളത്, പക്ഷെ എല്ലാം സിലബസിലുള്ളതാണ്. സോ പഠിക്കണം. ഓക്കെ, കമ്മിങ് ടു ദ 16th ചാപ്റ്റർ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. വളരെ കുഞ്ഞ ചാപ്റ്റർ, നല്ല രസമല്ലേ ഈ ചാപ്റ്റർ പഠിക്കാൻ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ഹ്യൂമൻ ഹെൽത്ത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് വെരി ഇപ്പോഴും അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ചിലർക്ക് ഈ ഹ്യൂമൻ ഹെൽത്തും ഡിസീസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ദിസ് ഇസ് വെരി നൈസ് ചാപ്റ്റർ, ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ചാപ്റ്റർ. ആൻഡ് അതിൽ നമുക്ക് പാത്തജൻസ്, പാരസൈറ്റ്സ് കോസിങ് ഹ്യൂമൻ ഡിസീസസ്, അതിൽ നമുക്ക് കുറച്ചധികം ഡിസീസ് പഠിക്കാനുണ്ട്. ഒന്ന് മലേറിയ, പിന്നെ ഫിലാരിയാസിസ്, അസ്കാരിയാസിസ്, ടൈഫോയിഡ്, കോമൺ കോൾഡ്, അമീബിയാസിസ്, റിംഗ് വർം, ഡെങ്കു ആൻഡ് ചിക്കൻ ഗുനിയ. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ഡിസീസ് പഠിക്കാനുണ്ട്. പിന്നെ ഇമ്മ്യൂണോളജി വാക്സിൻസിൻ്റെ ബേസിക് കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. ക്യാൻസർ, ഇറ്റ് വാസ് വെരി നൈസ് ലേണിംഗ് അബൌട്ട് ക്യാൻസർ. നല്ല രസമല്ലേ ക്യാൻസർ എങ്ങനെയാണ് ഉണ്ടാവുക. നമുക്ക് ടീച്ചേഴ്സ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സാർ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ സിംറ്റംസ് പറയും. ആൻഡ് വി ജസ്റ്റ് തിങ്ക്, നമ്മളിങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കും, അയ്യോ ഈ സിംറ്റം എനിക്കുണ്ടോ, ഈ സിംറ്റം എനിക്കുണ്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഓരോ കോമഡികളായിരുന്നു ഇങ്ങനെ ക്യാൻസറും HIV ഒക്കെ നോട്ട് HIV, സോറി, ക്യാൻസറൊക്കെ പഠിക്കുന്ന സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് HIV, പിന്നെ എയ്ഡ്സ്, പിന്നെ അഡോളസൻസ്, ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്, ടൊബാക്കോ അബ്യൂസ്. ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണിത്. പക്ഷെ പഠിക്കാതെ പോകരുത്, എന്തായാലും വായിച്ചിട്ട് തന്നെ പോവുക കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. 17th മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, അതായത് കുഞ്ഞു ചാപ്റ്ററാണ് അല്ലേ, സിമ്പിൾ ചാപ്റ്ററാണ്. അതിൽ ഹൗസ് ഹോൾഡിൽ മൈക്രോബ്സ് എങ്ങനെ, ഫുഡ് പ്രോസസ്സിങ്ങിൽ, പിന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, സ്വീറ്റ് ട്രീറ്റ്മെൻറ്റ്, എനർജി ജനറേഷൻ, ബയോ കൺട്രോൾ ഏജൻറ്റ് ആൻഡ് ബയോ ഫെർട്ടിലൈസേഴ്സ്. 18th ചാപ്റ്റർ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, അതിൽ കോൺസെപ്റ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ഹോട്ട്സ്പോട്ട്സ്, പിന്നെ എൻഗേജ്ഡ് ഓർഗാനിസം, എക്സ്റ്റിങ്ഷൻ ആൻഡ് റെഡ് ഡേറ്റ ബുക്ക്. യെസ്, ഈ റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറഞ്ഞ സാധനം ഈസ് ന്യൂലി ആഡഡ്. ഓക്കെ, ഇതുവരെ ഇല്ലായിരുന്നു, ഇതിപ്പം ആഡ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, പിന്നെ അപ്പം സിലബസിലേക്ക് പുതിയ ആഡ് ചെയ്ത ടോപ്പിക്കാണ് റെഡ് ഡേറ്റ ബുക്ക്. പിന്നെ ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്സ് ആൻഡ് സാങ്ച്വറീസ് ആൻഡ് എൻഡേജ്ഡ് ഓർഗാനിസം, ദാറ്റ് ഈസ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. അതിലൊരു ടോപ്പിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ വലിയ ടോപ്പിക്കൊന്നുമല്ല, ചെറിയ ടോപ്പിക്ക് തന്നെയാണ് ആഡ് ചെയ്തത്. ഓക്കെ, സോറി. സോ ദാറ്റ്സ് അബൌട്ട് ബയോളജി. അപ്പോൾ ബയോളജിയിലെ ബോട്ടണിയും ആൻഡ് സുവോളജിയും സിലബസ് നമ്മൾ പറഞ്ഞു. ആൻഡ് കമ്മിങ് ടു ബോട്ടണി പറയുമ്പോൾ നമുക്ക് എന്താണ്, കുറച്ചധികം ചാപ്റ്റേഴ്സ് തന്നെ കട്ട് ചെയ്ത് പോയി. നമുക്ക് തന്നെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ. സുവോളജിയിൽ കുറച്ച് പോർഷൻസ് അവിടെയും ഇവിടെയും ചെറിയ ചെറിയ ടോപ്പിക്സ് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചാപ്റ്ററിനെ കട്ട് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ ഒറ്റ ചാപ്റ്റർ കട്ട് ചെയ്തിട്ടുള്ളൂ, ഡൈജഷൻ അബ്സോർപ്ഷൻ. അതെനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യമാണ്, എന്തുകൊണ്ടാണ് ഡൈജഷൻ അബ്സോർപ്ഷൻ അവർ കട്ട് ചെയ്തതെന്ന്. സോ ബിക്കോസ് അതൊരു ബേസിക് ചാപ്റ്റർ അല്ലേ നമ്മൾ നീറ്റ് സ്റ്റുഡൻസിനൊക്കെ, അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും നല്ലോണം പഠിക്കുക. നിങ്ങൾക്ക് തന്നെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടായിക്കോട്ടെ, ലൈക്ക് ഓക്കെ ഇത്ര ചാപ്റ്റർ കട്ട് ചെയ്ത് പോയി. അപ്പോൾ നിങ്ങളിങ്ങനെ പ്രീഫേസിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോകാം. പിന്നെ പഴയ NCERT യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ ഈ ചാപ്റ്റർ ഇല്ല അവനെ കട്ട് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതലൊരു മോട്ടിവേഷൻ കിട്ടും. ഓക്കെ ഇത്ര ചാപ്റ്റർ ഉള്ളൂ, നല്ലോണം പഠിക്കുക എന്നുള്ളൊരിത് വരും. ഓക്കെ, അപ്പം എല്ലാവരും നല്ലോണം തന്നെ പഠിക്കുക. സിലബസ് ഒക്കെ വന്നപ്പോൾ ഇനി വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. So all the best guys. Thank you. Bye bye.